ഇനി മറ്റു വാർത്തകളിലേക്ക്. നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരായ ഭീഷണി സന്ദേശത്തിൽ റെനി ജോസഫിനെതിരെ നടപടി. റെനി ജോസഫിനെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ അംഗത്വത്തിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. മദ്യലഹരിയിലാണ് റെനി ഗ്രൂപ്പിൽ പോസ്റ്റിട്ടത്. നേതൃത്വത്തിലുള്ള പലരെയും വിളിച്ച് ഇയാൾ അധിക്ഷേപിക്കാറുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു. യൂണിയൻ നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ സ്വഭാവ വൈകല്യത്തിന് ചികിത്സയ്ക്ക് വിധേയനാകുന്നുണ്ടെന്നും അറിഞ്ഞെന്നും ഫെഫ്കയുടെ വിശദീകരണം. നിതിൻ സേവ്യർ വിശദാംശങ്ങൾ നൽകും. നിതിൻ, ഈ വധഭീഷണി പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ ഫെഫ്കയുടെ ഒരു ആദ്യ വിശദീകരണം വരുന്നു. എന്താണ് ഈ റെനിയെക്കുറിച്ച് ഫെഫ്ക പറയുന്നത്? സിനിമാ സെറ്റുകളിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാർ വേണ്ടതില്ല എന്ന സാന്ദ്രയുടെ പരാമർശത്തിന് പിന്നാലെയായിരുന്നു ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള ഭീഷണിയും അധിക്ഷേപവും. സാന്ദ്ര തോമസിനും ഒപ്പം സാന്ദ്ര തോമസിന്റെ പിതാവിനെതിരെയും ഇയാൾ വധഭീഷണി മുഴക്കിയിരുന്നു. ഇതിൽ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ പോലീസ് അന്വേഷിക്കുന്നില്ലെന്നും സ്വാധീനത്തിന് വഴങ്ങി മനഃപൂർവ്വം അന്വേഷണം വൈകിപ്പിക്കുകയാണെന്നുമാണെന്നു സാന്ദ്ര തോമസ് പറഞ്ഞിരുന്നത്. ഇതിനെതിരെ വിജിലൻസിലും DGPക്കും പരാതി നൽകുമെന്നും സാന്ദ്ര വ്യക്തമാക്കിയിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ റെനി ജോസഫിനെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് യൂണിയൻ അംഗത്വത്തിൽ നിന്ന് അന്വേഷണ വിധേയമായി ഫെഫ്ക സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ സാന്ദ്ര തോമസിന് നേരെയുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ഭീഷണി യഥാർത്ഥത്തിൽ ഉണ്ടായതാണെന്ന് ഫെഫ്കയ്ക്ക് വ്യക്തമായി എന്നാണ് ഫെഫ്ക പുറത്തിറക്കിയ പത്രക്കുറിപ്പിലുള്ളത്. ഒപ്പം തന്നെ നേരത്തെ തന്നെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഈ മെസ്സേജ് ഇട്ടപ്പോൾ തന്നെ ഇയാളെ താക്കീത് ചെയ്തിരുന്നുവെന്നും മദ്യലഹരിയിലാണ് റെനി ഈ പോസ്റ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടതെന്നുമാണ് ഫെഫ്കയുടെ പത്രക്കുറിപ്പിലുള്ളത്. ഒപ്പം തന്നെ നേതൃത്വത്തിലുള്ള പലരെയും ഇയാൾ അസമയത്ത് വിളിച്ച് ഇത്തരത്തിൽ അധിക്ഷേപിക്കാറുണ്ടെന്നും യൂണിയൻ നേതൃത്വം നടത്തിയ അന്വേഷണത്തിൽ ഇയാൾക്ക് സ്വഭാവ വൈകല്യത്തിന് ചികിത്സയ്ക്ക് ഇയാൾ വിധേയനാകുന്നുണ്ടെന്ന് തങ്ങൾ കണ്ടെത്തിയെന്നും ഫെഫ്ക മനസ്സിലാക്കുന്നു. ഏതായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ ഫെഫ്ക റെനി ജോസഫിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ശരി, നിതിൻ സേവ്യർ.